ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസഫലം കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, അതുപോലെ ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും സെപ്റ്റംബർ മാസം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഗ്രഹസ്ഥിതി എങ്ങനെയായിരിക്കും കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശി, ആ രാശിയിൽ ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ്. സൂര്യനാണെങ്കിൽ സെപ്റ്റംബർ 17-ന് 3-ലേക്ക് 2-ൽ നിന്ന് 3-ലേക്ക് രാശി മാറുന്നു. ചൊവ്വ സെപ്റ്റംബർ 18-ന് 12-ൽ നിന്നും ജന്മരാശിയിലേക്ക്, അതായത് ചൊവ്വയുടെ നീചരാശിയിലേക്ക് രാശി മാറുന്നു. അതുപോലെ ബുധൻ സെപ്റ്റംബർ 7-ന് 3-ല് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ശുക്രനാണെങ്കിൽ സെപ്റ്റംബർ 2-ന് 4-ലേക്ക് മാറുന്നു. ശനി 9-ല് വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 8-ലും കേതു 2-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും 4 ഗ്രഹങ്ങൾ, ശുക്രൻ, ബുധൻ, സൂര്യൻ, കുജൻ, ഈ 4 ഗ്രഹങ്ങൾക്കാണ് സെപ്റ്റംബർ മാസത്തിൽ രാശിമാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി വെച്ച്, ഗോചര ഗ്രഹസ്ഥിതി വെച്ച് എങ്ങനെയായിരിക്കും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മ ലഗ്ന രാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു. അഷ്ടമത്തിൽ രാഹു, അഷ്ടമ ഭാവാധിപൻ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. 12-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 3-ല് ഉച്ച രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു ട്രാൻസ്ഫർമേറ്റീവ് പീരീഡ് എന്ന് പറയാം. സഡനായിട്ടുള്ള റിക്കവറി, സഡനായിട്ടുള്ള ആശ്വാസം അവർക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഭാവത്തിൻ്റെ അഷ്ടമത്തിലേക്കാണ് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രോഗപ്രശ്നങ്ങളുള്ളവർക്ക് സഡനായിട്ടുള്ള റിക്കവറിക്ക് അത് വഴിതെളിക്കും. അതേസമയം ആഹാരത്തിൽ അല്പം ശ്രദ്ധിക്കണം. ചിലർക്ക് പ്രത്യേകിച്ച് ആദ്യ പകുതി സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം. ചിലപ്പോൾ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. പ്രത്യേകിച്ച് അഷ്ടമത്തിലൊക്കെ രാഹു സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ ആദ്യ പകുതിയൊക്കെ അഷ്ടമത്തിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് ചെറിയ ഇഷ്യൂസിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അമിത ചിന്തകൾ ചിലപ്പം ഉറക്കക്കുറവിനൊക്കെ ഇടയാക്കുമെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ യാത്രകളിൽ ഒരു കെയർ വേണം. അപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ടൈംലി ട്രീറ്റ്മെൻറ്റിലൂടെ അതിൽ നിന്ന് മോചനം സാധ്യമാണ്. ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ആദ്യ പകുതി 10-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ 12-ലും 18 മുതൽ ആ ചൊവ്വ ജന്മരാശിയിലേക്കും രാശി മാറുന്നു. ചൊവ്വ എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ്. അപ്പോൾ ആദ്യ പകുതി തൊഴിലിൽ അല്പം സുഖക്കുറവ്, അലച്ചിൽ, തൊഴിൽ മാറണമെന്നുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്കുണ്ടാകാം. ചിലർക്ക് ദൂരസ്ഥലത്തേക്ക് ചിലപ്പോൾ തൊഴിലിൽ മാറ്റം വന്നു എന്ന് വരാം. കർമ്മകാരകനും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി 9-ല് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ 9-ാം ഭാവാധിപനായ ഗുരു 9-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 9-ലെ വക്രശനി കൊണ്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം ആ 9-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവരുടെ തൊഴിലിലെ ആലസ്യം, ഭാഗ്യതടസ്സങ്ങൾ, ഇവയൊക്കെ ചിലപ്പോൾ പൊടുന്നനെ മാറാൻ സാധ്യതയുണ്ട്. തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് ക്ഷമിക്കാവുന്ന സമയമാണ്. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ അതായത് സെപ്റ്റംബർ 18-ന് ചൊവ്വാഗ്രഹം, 10-ാം ഭാവാധിപൻ, യോഗകാരകനായിട്ടുള്ള ആ ചൊവ്വാഗ്രഹം ജന്മരാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. പക്ഷെ ജന്മരാശി ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം നീചരാശിയാണ് എങ്കിലും ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരുവുമായിട്ട് ചൊവ്വയ്ക്ക് യോഗം വരുന്നുണ്ട്. അത് തൊഴിലിൽ ഭാഗ്യനേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് തൊഴിൽ മാറ്റത്തിനൊക്കെ അത് സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 10-ലൊക്കെ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയം കൂടെയാണ്. അത് തൊഴിലിടത്ത് ഒരു കർമ്മസുഖം ചിലപ്പോൾ ഈ കുറുകാർക്ക് ഉണ്ടായെന്ന് വരാം. ഈശ്വരചിന്തയൊക്കെ കൂട്ടുന്നത് പ്രത്യേകിച്ച് ഭാഗ്യതടസ്സങ്ങൾ മാറുന്നതിന് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക.
ശനി, ചൊവ്വ ഇവിടെയൊക്കെ ദൃഷ്ടി തന്നെ 3-ൽ ഉണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ആദ്യ പകുതി ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി 3-ലുണ്ട്. അതുപോലെ അവസാനത്തെ പകുതി സൂര്യൻ 3-ലേക്ക് വരുന്നുണ്ട്. 3-ാം ഭാവാധിപൻ ഉച്ചസ്ഥനായിട്ട് 3 നിൽക്കുന്നുണ്ട്. ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ടെസ്റ്റിലോ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. അത് അവസാനത്തെ പകുതി തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ ബിസിനസ്സുകാരകനാണ്. ആ ബുധൻ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ 3-ൽ ഉച്ചസ്ഥനായിട്ട് വരികയാണ്. മാർക്കറ്റിങ്ങിൻ്റെ സ്ഥാനവും കൂടിയാണ് ആ 3 എന്ന് പറയുന്നത്. അപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്താണ്, വക്രത്തിലാണെങ്കിലും ഭാഗ്യഭാവാധിപനായിട്ടുള്ള ആ ഗുരു ആ വക്രശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പം ഗുരു 7-ലും ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ അവലോകനം ചെയ്ത് അത് പഠിച്ച് അതിലെ പോരായ്മകളൊക്കെ കറക്റ്റ് ചെയ്ത് പോകാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതൊക്കെ ബിസിനസ് ത്വരിതപ്പെടുത്തുന്നതിന് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്തരം ഇഷ്യൂസ് പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആദ്യ പകുതി 12-ലാണ്. അപ്പം ആദ്യ പകുതിയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ആദ്യ പകുതി അല്പം ശ്രദ്ധിക്കണം. അതുപോലെ ബിസിനസ് വ്യവഹാരങ്ങളിൽ ഒരു സെറ്റിൽമെൻറ്റിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. 9-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 9-ൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ വിദേശ വിപണനമൊക്കെ സ്മൂത്താകാൻ അത് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആദ്യ പകുതി 12-ലാണ്. അതിനുശേഷം ജന്മരാശിയിലേക്ക് ആ ചൊവ്വ വരുന്നു. വിദ്യാകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ആദ്യവാരം 2-ാം ഭാവരാശിയിലും അതിനുശേഷം 3-ൽ ഉച്ചരാശിയിലും വരുന്നു. 9-ാം ഭാവാധിപനായ ഗുരുവാണ്. ആ ഗുരു ജ്ഞാനകാരകനും കൂടിയാണ്. ആ ഗുരു ജന്മലഗ്ന രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ്. അപ്പം 5-ലും 9-ലും ഒക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് പഠനത്തിൽ ഫോക്കസ് കൂടും. ആദ്യ പകുതി പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടായെന്ന് വരാം. ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ആഗ്രഹിക്കുന്ന കോഴ്സിൽ അവർക്ക് അഡ്മിഷൻ സാധ്യമാണ്. ഇൻ്റലക്ച്വൽ തലത്തിലും ക്രിയേറ്റീവ് തലത്തിലുമൊക്കെ തിളങ്ങാവുന്ന സമയമാണ്. പരീക്ഷകളിലൊക്കെ മികവ് പുലർത്താൻ കഴിയും. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 11-ാം ഭാവാധിപൻ ശുക്രൻ, ആ ശുക്രൻ 4-ൽ സ്വക്ഷേത്രത്തിൽ ബലവാനാണ്. ആദ്യ പകുതി ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2-ൽ തന്നെ ഉണ്ട്. അതിനുശേഷം ആ സൂര്യൻ 3-ലേക്ക് സഞ്ചരിക്കുന്നു, 3-ലേക്ക് മാറുന്നു. ധനകാരകൻ ഗുരു ജന്മലഗ്ന രാശിയിൽ ഉച്ചൻ. അപ്പോൾ ധനവരവുണ്ടാകും. എങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ ധനച്ചെലവ് കൂടാൻ ഇടയുള്ള സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ കടബാധ്യത കുറയ്ക്കാനുള്ളൊക്കെ ശ്രമം ഉണ്ടാകും. വക്രശനിയൊക്കെ 11-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ തൊഴിൽ മാറ്റം വഴിയൊക്കെ ധനാർജനം കൂട്ടുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. അതുപോലെ ധനവരവിലെ മെല്ലപ്പോക്ക് പരിഹരിക്കുന്നതിനും നമുക്ക് അത് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ആദ്യ പകുതി ധനവ്യയം കൂടാൻ സാധ്യതയുണ്ട്. അവസാനത്തെ പകുതി സ്ഥിതിയിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7-ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി 9-ലാണ് നിൽക്കുന്നത്, വക്രത്തിലാണ്. 9-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ജന്മരാശിയിൽ നിന്നാണ് ആ ഗുരു ശനിയെ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ 5-ലും 9-ലും ഒക്കെ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ വിവാഹ ആലോചനകൾ വരാം. ചിലർക്ക് മുമ്പ് വന്ന ആലോചനകൾ വീണ്ടും വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 7-ാം ഭാവാധിപൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും 7-ാം ഭാവാധിപനുള്ള ശനി വക്രത്തിലായതുകൊണ്ട്, അതുപോലെ 7-ൽ കുജൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയർ കൊടുക്കണം. 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 17 വരെ 12-ലാണ് നിൽക്കുന്നത്.
അത് പ്രണയബന്ധത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാക്കിയേക്കാം. അഥവാ പ്രണയ പങ്കാളിക്ക് വേണ്ടി ധന ചെലവ് കൂട്ടിയേക്കാം. അതിനൊക്കെയുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. ചിലർക്ക് വിദേശത്ത് നിന്ന് ചിലപ്പോൾ പ്രണയ പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ വിവാഹത്തിൽ എത്തപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. മാരിറ്റൽ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലാണ്. അത് എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളെപ്പറ്റി നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ 7ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ കുജൻ്റെ ഉച്ചദൃഷ്ടി 7ലുണ്ട്. അപ്പോൾ ജീവിത പങ്കാളി വഴി ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും ഈ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി 7ലുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിയുടെ ഡോമിനൻസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാം. എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി 7ലുള്ളത് കൊണ്ടും 9ലുള്ളത് കൊണ്ടും നമുക്കത് നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എന്ന് മനസ്സിലാക്കുക. ഫാമിലി ലൈഫിലോട്ട് വരുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 2ലും അതിനുശേഷം 3ലും 2ൽ കേതുണ്ട് സഞ്ചരിക്കുന്നു. അതുപോലെ 4ാം ഭാവാധിപനായ ശുക്രൻ 4ൽ തന്നെ ബലവാനാണ്. അപ്പോൾ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് വീട് പുതുക്കുന്നതിനോ പുതിയ ഭവനമൊക്കെ വാങ്ങുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂല സാഹചര്യമാണ്. അതേസമയം ആദ്യ പകുതി 2ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2ൽ നിൽക്കുന്നു, കൂടെ കേതുണ്ട്. അതുപോലെ അവിടെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിൽ വന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ അല്പം നിയന്ത്രിച്ചു പോകാമെങ്കിൽ കുടുംബജീവിതം സന്തോഷകരമാകും എന്ന് തന്നെ പറയാം. സെപ്റ്റംബർ 5, 6, 19, 20, 24, 25 ഈ തീയതികൾ പൊതുവെ അനുകൂലമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക. പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങുന്നതും ഒഴിവാക്കുക. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം കർക്കിടക കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ഫലമാണ്. ഇപ്പോൾ ഈ കർക്കിടക കൂറിൽ ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരികയുള്ളൂ. അതേസമയം മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികൾ വരും. അപ്പോൾ കർക്കിടക ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശി വന്നിട്ടുള്ള കർക്കിടക കൂറുകാർ അവരുടെ ലഗ്നരാശി ഏതെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ഒന്ന് കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ സെപ്റ്റംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ച് പറഞ്ഞതാണ്. അതേസമയം നമുക്ക് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, അതായത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി വളരെ പ്രധാനമാണ്. ദശ, അപകാരം, ഛിദ്രം അത് ജാതകത്തെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അതോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അത് നമുക്ക് ഈ ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.